ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഷൈനി ടീച്ചറാണ്. ഏവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2025-26 അക്കാഡമിക് ഇയറിലെ 9th ക്ലാസ്സിലെ ഹിന്ദി പുസ്തകമാണ് നാം ഇവിടെ ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ടീച്ചർ ഇൻട്രൊഡക്ടറി പേജിൻ്റെ എക്സ്പ്ലനേഷൻ നടത്തിയിരുന്നു. കബീർദാസിൻ്റെ ദോഹയാണ് നമ്മളെടുത്തത്. ഇന്ന് ഝട്പട്ട് ഔർ നട്ഗട്ട് എന്ന പാഠഭാഗം ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ലെസനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാ കുട്ടികളും കൃത്യമായിട്ടും ടെക്സ്റ്റ് എടുത്ത് ടെക്സ്റ്റിലെ ഓരോ വരികളും ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ് മലയാളത്തിൽ അർത്ഥം ഓരോ വരികളുടെയും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിവിഡ് വൈബ് എന്ന ടീച്ചറിൻ്റെ ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം. ഏക് താ ഝട്പട്ട്, ഏക് താ നട്ഗട്ട്. ഏക് താ ഝട്പട്ട്, ഒരുവൻ ഝട്പട്ട്. ഏക് താ നട്ഗട്ട്, മറ്റത് നട്ഗട്ട്. ഝട്പട്ട് ബഡാ താ, നട്ഗട്ട് ചോട്ട. ഝട്പട്ട് എന്ന് പറയുന്ന കുട്ടി മൂത്തതായിരുന്നു, അതായത് വീട്ടിലെ മൂത്ത കുട്ടിയായിരുന്നു. നട്ഗട്ട് ചോട്ടാത്ത, രണ്ടാമത്തത് ഇളയതായിരുന്നു നട്ഗട്ട്. മാറിപ്പോകരുത്. ഝട്പട്ടാണ് മൂത്ത എൽഡസ്റ്റ് ബ്രദർ, നട്ഗട്ട് സെക്കൻഡ് ബ്രദറാണ്. ഓക്കെ. ബെഡ കേവൽ 2 സാൽ ബെഡാത്ത, അതായത് ഝട്പട്ട് നട്ഗട്ടിനേക്കാളും 2 വയസ്സിന് മാത്രം പ്രായം കൂടുതലായിരുന്നു. നട്ഗട്ട് ചോട്ട, ബഡ കേവൽ 2 സാൽ ബെഡാത്ത, മൂത്തവൻ 2 വയസ്സിൻ്റെ വ്യത്യാസമാണ് അവർ തമ്മിൽ ഉള്ളത്. ചോട്ട കേവൽ 2 സാൽ ചോട്ടാത്ത, അതായത് 2 വയസ്സിൻ്റെ എളുപ്പമായിരുന്നു ഇളയ കുട്ടി. ദോനും സ്കൂൾ മീം പഠിത്തേത്തെ, 2 പേരും സ്കൂളിൽ പഠിക്കുകയാണ്. ഝട്പട്ട് 5वीं में, നട്ഗട്ട് 3री में. മൂത്ത കുട്ടിയായ ഝട്പട്ട് 5ാം ക്ലാസ്സിലും രണ്ടാമത്തവനായ നട്ഗട്ട് 3ാം ക്ലാസ്സിലും. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. വീട്ടിൽ നിന്നും 2 പേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും ഒരുമിച്ചാണ് തിരികെ വരുന്നതും. ആ പാരഗ്രാഫ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഒരിക്കൽ കൂടി ടീച്ചർ വേഗത്തിൽ വായിക്കാം. ഏക് താ ഝട്പട്ട്, ഏക് താ നട്ഗട്ട്. ഒരുവൻ ഝട്പട്ടും ഒരുവൻ നട്ഗട്ടുമായിരുന്നു. ഝട്പട്ട് ബഡാ താ, നട്ഗട്ട് ചോട്ടാ താ. ബെഡ കേവൽ 2 साल ബെഡാ താ, ചോട്ടാ കേവൽ 2 साल ചോട്ടാ താ. दोनों स्कूल में पढ़ते थे. झटपट 5वीं में और नटखट 3री में. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. वापस ആനാന്ന് വെച്ചാൽ തിരികെ വരിക, ഒരുമിച്ച് പോവുകയും ഒരുമിച്ച് തിരികെ വരികയും ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.